പക മനസ്സിൽ വളരുന്നു എന്നറിയാനുള്ള 5 കാര്യങ്ങൾ. നമ്പർ 1, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പങ്കാളിയോട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും പറഞ്ഞത്. പക്ഷേ പങ്കാളി ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല, പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഇത് പകയിലേക്കോ വിദ്വേഷത്തിലേക്കോ നയിക്കാം. നമ്പർ 2, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യ കുറച്ച് വണ്ണം വെച്ചു. ഇത് ഭർത്താവ് ബോഡി ഷേമിംഗ് ആയിട്ട് പലതവണ ഭാര്യയെ പരിഹസിച്ചു. നമ്മളിവിടെ കാണേണ്ടത് നടൻ ശ്രീനിവാസിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഹാസ്യം ജനിപ്പിക്കുന്നത്, ഹാസ്യം സൃഷ്ടിക്കുന്നത് സ്വയം ഇകഴ്ത്തിയാണ്. സ്വന്തം രൂപത്തെയും സ്വന്തം ഭാവത്തെയും സ്വയം കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഹാസ്യം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് അനുകരണീയമായ ഒരു കാര്യമാണ്. നിരന്തരമായ ഈ രീതിയിലുള്ള പരിഹാസങ്ങൾ അത് നാളെ പകയായി മാറിയേക്കാം. 3, ഞാൻ ഇത്രയൊക്കെ ജോലി ചെയ്തില്ലേ, നിനക്ക് പിന്നെ അത് ചെയ്താൽ എന്താ? ഇങ്ങനെ സ്കോർ ബോർഡ് സൂക്ഷിക്കുന്നത് പോലെ ജോലികൾ പറഞ്ഞു പോകുമ്പോൾ അത് സാവധാനം ഒരുപക്ഷെ വല്ലാത്ത പകയിലേക്കോ വിദ്വേഷത്തിലേക്കൊക്കെ പോയേക്കാം. 4, ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ അത് വലിയ സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ അങ്ങനെ അത് സ്റ്റോപ്പാകുമ്പോൾ, ആ പങ്കുവെക്കൽ സ്റ്റോപ്പാകുമ്പോൾ അത് വൈകാരിക അകലം സൃഷ്ടിക്കും. ആ വൈകാരിക അകലം തീർച്ചയായിട്ടും വല്ലാത്ത പകയും വിദ്വേഷത്തിനും കാരണമാകും. 5, പഴയ സംഘർഷങ്ങൾ ഓർക്കുക. പരിഹരിച്ചതും പരിഹരിക്കപ്പെടാത്തതുമായ പല പ്രശ്നങ്ങളും അവയെ ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവുക.